10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് അതിൽ ചാപ്റ്റർ 1 എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് ന്യൂൺ. ന്യൂൺ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക്, ദ ലൈറ്റ് വാസ് വീക്ക് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് പോലും വെളിച്ചം വളരെ കുറവായിരുന്നു എന്നർത്ഥം. വീക്ക് ദുർബലം, വെളിച്ചം വളരെ കുറവായിരുന്നു എന്ന അർത്ഥത്തിൽ ഇതെടുക്കുക. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് ന്യൂൺ. ഈവൻ എന്ന് പറയുമ്പോൾ പോലും, ഈവൻ അറ്റ് ന്യൂൺ ഉച്ചയ്ക്ക് പോലും. When Peleo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. പെലയോ ഈ കഥയിലെ പ്രധാന ക്യാരക്ടറാണ്. അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് when he was coming back to the house, it was hard for him. ഹാർഡ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടായിരുന്നു. it was hard for him, അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്ത്? to see, കാണാൻ. What was moving and groaning in the rear of the courtyard? courtyard എന്ന് പറയുമ്പോൾ മുറ്റം, തൊടി, പറമ്പ്, ആ അർത്ഥത്തിലെല്ലാം നമുക്കത് എടുക്കാം. റിയർ അതിൻ്റെ പിൻഭാഗം. മൂവിങ് എന്ന് പറയുമ്പോൾ അനങ്ങുക, ഗ്രോണിങ് എന്ന് പറയുമ്പോൾ ഞരളുക, മുരുങ്ങുക, അതെല്ലാമാണ് ആ വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ പെലയോ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. അയാളുടെ കോർട്ട്യാർഡിൻ്റെ പിൻഭാഗത്ത് എന്തോ ഒന്ന് അനങ്ങുകയും അതുപോലെ ഞെരങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് കാണാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. വെളിച്ചം കുറവായത് കാരണം അയാൾക്കത് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. He had to go very close to see that it was an old man, a very old man. വളരെ അടുത്ത് ചെന്നപ്പോൾ മാത്രമാണ് അത് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് എന്ന് അയാൾക്ക് മനസ്സിലായത്. He had to go very close. had to എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടി വന്നു. അയാൾക്ക് വളരെ അടുത്തേക്ക് പോവേണ്ടി വന്നു. എന്തിനെ? കാണാൻ. To see that it was an old man, a very old man. അത് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, അത് കാണാൻ പേലയോന് ഇയാളുടെ അടുത്തേക്ക് ചെല്ലേണ്ടി വന്നു. വളരെ അടുത്തേക്ക് ചെല്ലേണ്ടി വന്നു. ഹാഡ് ടു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയാനാണ്. The man was lying face down in the mud. മഡ്, ചെളി, മണ്ണ്. ഫേസ് ഡൗൺ എന്ന് പറയുമ്പോൾ കമിഴ്ന്ന്, മുഖം താഴെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് അയാൾ കിടക്കുന്നുണ്ടായിരുന്നത്. ലൈൻ, കിടക്കുക. ദ മാൻ വാസ് ലൈൻ, ആ മനുഷ്യൻ കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ, മുഖം താഴെ വരുന്ന രീതിയിൽ. ഇൻ ദ മഡ്, മണ്ണിൽ അല്ലെങ്കിൽ ചെളിയിൽ. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ്. ട്രമൻഡസ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ. ട്രമൻഡസ് എഫേർട്സ്, അയാൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് എന്ന് പറയുമ്പോൾ അയാളുടെ കഠിനമായ പരിശ്രമം ഉണ്ടായിരുന്നിട്ടും The man couldn't get up. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. In spite of his tremendous efforts, the man couldn't get up. കഠിനമായി പരിശ്രമിച്ചെങ്കിലും ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും, എന്നിട്ടും, ഈ മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ couldn't get up. Impeded by his enormous wings. എന്തുകൊണ്ട്? impeded എന്ന് പറയുമ്പോൾ തടസ്സപ്പെട്ടു. ഇംപീഡ് എന്ന വാക്കിന് തടസ്സപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഇംപീഡഡ് എന്ന് പറയുമ്പോൾ തടസ്സപ്പെടുത്തി. എനോർമസ്, ഹ്യൂജ്, ബിഗ്, വളരെ വലുത്. അയാൾക്ക് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നു. ആ ചിറകുകളാണ് അയാളെ എഴുന്നേൽക്കുന്നതിന് തടസ്സമായി നിന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ couldn't get up, impeded by his enormous wings. ആ വലിയ ചിറകുകളുടെ തടസ്സം കാരണം ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. പെലയോ ഭയന്നുപോയി. കാരണം വിങ്സ് ഉള്ള മനുഷ്യരെ നമ്മൾ കാണാറില്ലല്ലോ. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, പെലയോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. അയാൾ പേടിച്ചു പോയി. അയാൾ വേഗം നേരെ വീട്ടിലേക്ക് ഓടി, അയാളുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. അയാളുടെ വൈഫിന്റെ പേരാണ് എലിസൻഡ. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. സിക്ക് ചൈൽഡ് എന്ന് പറയുമ്പോൾ സുഖമില്ലാത്ത കുട്ടി. ഷി വാസ് പുട്ടിങ് കംപ്രസസ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പനിയോ മറ്റോ ആയിരിക്കും. പനിയുള്ള കുട്ടികൾക്ക് ടെമ്പറേച്ചർ കുറയുന്നതിന് വേണ്ടി തുണി നനച്ചിടാറുണ്ടല്ലോ, നെറ്റിയിലും അല്ലെങ്കിൽ ശരീരത്തിലെല്ലാം. ആ ഒരു അർത്ഥത്തിൽ നമ്മളിവിടെ കംപ്രസ് എന്ന വേർഡ് എടുക്കാം. ഹി ടുക്ക് ഹെർ ടു ദ കോർട്ട്യാർഡ്. ടുക്ക് എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി. അയാൾ ആ സ്ത്രീയെ അയാളുടെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ തൊടിയിലേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. ഫാളൻ ബോഡി എന്ന് പറയുമ്പോൾ വീണ് കിടക്കുന്ന ശരീരം. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അവർ രണ്ടുപേരും വീണ് കിടക്കുന്ന ആ ശരീരത്തിലേക്ക് നോക്കി. The man was dressed like a rag picker. അവിടെ വീണ് കിടക്കുന്ന ആ വൃദ്ധൻ ഒരു റാഗ് പിക്കറെ പോലത്തെ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. റാഗ് പിക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം, കച്ചറയെല്ലാം പെറുക്കി കൊണ്ടുപോകുന്നവർ. The man was dressed like a rag picker. There were only a few faded hairs left on his bald skull and very few teeth in his mouth. Faded hairs എന്ന് പറയുമ്പോൾ നരച്ച മുടികൾ. വളരെ കുറച്ച് സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ മാത്രമേ അയാളുടെ കഷണ്ടിയായ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. ലെഫ്റ്റ് ഓൺ ഹിസ് ബോൾഡ് സ്കൾ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി വന്നിട്ടുള്ളത്.
ബോൾഡ് സ്കൾ എന്ന് പറയുമ്പോൾ കഷണ്ടിയായ തല. അയാളുടെ കഷണ്ടി തലയിൽ വളരെ കുറച്ച് മുടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അയാളുടെ വായിലോ വളരെ കുറച്ച് പല്ലുകളെ ഉണ്ടായിരുന്നുള്ളൂ. വെരി ഫ്യൂ ടീത്ത് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പല്ല്. ഫ്യൂ വളരെ ചെറിയൊരു നമ്പറിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ. പിറ്റിഫുൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദയവ് തോന്നുന്ന രീതിയിലുള്ള അവസ്ഥ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. വല്ലാതെ നനഞ്ഞു പോയ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ മുതുമുത്തശ്ശൻ. ഡ്രഞ്ച്ഡ് നനഞ്ഞ, വല്ലാതെ നനഞ്ഞു പോയ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ഒരു വൃദ്ധനെ പോലെയായിരുന്നു അയാളുടെ ദയനീയമായ അവസ്ഥ. പിറ്റിഫുൾ കണ്ടീഷൻ, ദയനീയമായ അവസ്ഥ. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അയാൾ വിങ്സ് ഒക്കെയുള്ള മനുഷ്യനാണ്. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒരു മഹിമ, ഒരു മഹത്വം അയാളുടെ അപ്പിയറൻസിലുണ്ട്. പക്ഷെ അയാളുടെ ആ ദയനീയമായ അവസ്ഥ കാണുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന ആ മഹിമയെല്ലാം നഷ്ടപ്പെട്ടു പോയി. This took away any sense of grandeur he might have had. അയാൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാവുന്ന എന്തെങ്കിലും മഹത്വം അതുപോലും അയാളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അപഹരിച്ചു കൊണ്ടുപോയി, എടുത്തുകൊണ്ടുപോയി. അതായത് അയാളുടെ ഇപ്പോഴത്തെ അപ്പിയറൻസിൽ മഹനീയമായ ഒന്നുമില്ലായിരുന്നു. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. ബസാർഡ് എന്ന് പറയുന്നത് പരുന്താണ്. അപ്പോൾ പരുന്തിൻ്റേതുപോലെയുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു അയാൾക്ക്, വലിയ ചിറകുകൾ. His huge buzzard wings, dirty and half plucked, were entangled in the mud. Dirty, അഴുക്ക് പറ്റിയത്. ഹാഫ് പ്ലക്ഡ് എന്ന് പറയുമ്പോൾ തൂവലെല്ലാം പകുതി കൊഴിഞ്ഞു പോയത്. were entangled in the mud. entangled എന്ന് പറയുമ്പോൾ കുടുങ്ങിക്കിടക്കുക. അയാളുടെ ചിറകുകൾ ആ മഡില് ചെളി പുരണ്ട് കിടക്കുകയായിരുന്നു. അത് ആ മഡില് കുടുങ്ങിക്കിടക്കുന്ന പോലെയായിരുന്നു. They looked at him so long and so closely. അവർ അയാളെ നോക്കി. So long എന്ന് പറയുമ്പോൾ കുറേ നേരം, so closely എന്ന് പറയുമ്പോൾ വളരെ അടുത്ത് നിന്ന്. That Peleo and Elisenda very soon overcame their surprise. അപ്പോൾ ഒരുപാട് സമയം അടുത്ത് നിന്ന് ഇയാളെ തന്നെ നോക്കി നിന്നപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ സർപ്രൈസ് അതില്ലാതായി തീർന്നു. In the end, they found him familiar. കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ പിന്നെ അയാള് ഫെമിലിയർ എന്ന് പറയുമ്പോൾ പരിചയമുള്ളത് പോലെ തോന്നി. ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവർക്ക് പരിചയമുള്ള ഒരു രൂപം പോലെ തോന്നി അവർക്ക് അയാളുടേത്. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. ആദ്യം പേടിയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും. ഇപ്പോൾ പക്ഷെ അവർക്ക് അയാളോട് സംസാരിക്കാനുള്ള ധൈര്യം പോലും വന്നു. ദേ ഡെയർഡ് എന്ന് പറയുമ്പോൾ അവരതിന് മുതിർന്നു, അതിന് ധൈര്യപ്പെട്ടു. ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. അയാളോട് സംസാരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായി. ഹി ആൻസേർഡ് ഇൻ എൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ വെരി സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഡയലക്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന പെർട്ടിക്കുലറായ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഒരു ഭാഷയ്ക്ക് തന്നെ പല ഡയലക്ട്സ് കാണും. അയാൾ സംസാരിച്ചത് ഒരു സെയിലറുടെ വോയിസിലായിരുന്നു. പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാമോ കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. കാസ്റ്റവേ എന്ന് പറയുമ്പോൾ കപ്പൽ അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കരയ്ക്കടിയുന്നവർ. ഇയാളുടെ വോയിസ് ഒരു സെയിലറുടേതിന് സമാനമായതുപോലെ അവർക്ക് തോന്നിയത് കാരണം അവർ വിചാരിച്ചു ഏതെങ്കിലും ഒരു റെക്ഡ് ബൈ ദ സ്റ്റോം എന്ന് പറയുമ്പോൾ റെക്ക് എന്ന് പറഞ്ഞാൽ കപ്പലിന് സംഭവിക്കുന്ന അപകടമാണ്. സ്റ്റോം കൊടുങ്കാറ്റിൽ ഒരു കപ്പലിന് അപകടം സംഭവിച്ചു. ആ കപ്പലിൽ നിന്ന് ഇങ്ങനെ കരയ്ക്കടിഞ്ഞ ആരോ ആണ്, കരയ്ക്കടിഞ്ഞ ഒരു സെയിലർ ആയിരിക്കും ഇയാളെന്ന കൺക്ലൂഷനിൽ അവരെത്തി. അങ്ങനെ ഒരു അനുമാനത്തിൽ അവരെത്തി. ദേ കൺക്ലൂഡഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ അവരങ്ങനെ ഊഹിച്ചു അല്ലെങ്കിൽ അനുമാനിച്ചു. ഹി വാസ് എ ലോൺലി കാസ്റ്റവേ. ലോൺലി എന്ന് പറയുമ്പോൾ തനിച്ച്, ഏകാഗിയായ. കാസ്റ്റവേ ഇങ്ങനെ കരയ്ക്കടിഞ്ഞൊരു വ്യക്തി. ഫ്രം സം ഫോറിൻ ഷിപ്പ്, ഒരു വിദേശ കപ്പലിൻ്റെ. റെക്ഡ് ബൈ ദ സ്റ്റോം, കൊടുങ്കാറ്റിൽ പെട്ട കേട് വന്നുപോയ ഒരു വിദേശ കപ്പലിൽ നിന്ന് കരയ്ക്കടിഞ്ഞു പോയ ഏകാഗിയായ ഒരു വ്യക്തിയാണ് ഇയാളെന്ന് അവർ കൺക്ലൂഡ് ചെയ്തു. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. പിന്നെ അവരൊരു അയൽക്കാരിയെ വിളിച്ചു ഇയാളെ ഒന്ന് കാണുന്നതിന് വേണ്ടി. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ആ സ്ത്രീ ഇയാളെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇവർക്ക് പറ്റിയ, അതായത് പേലയോനും എലിസെൻ്റെക്കും പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഹീസ് എൻ ഏഞ്ചൽ ഷീ ടോൾഡ് ദം. അപ്പോൾ സെയിലറോ കപ്പൽ അപകടത്തിൽപ്പെട്ട കാസ്റ്റവേയോ ഒന്നുമല്ല, അയാൾ ഒരു മാലാഖയാണ്, ഒരു ഏഞ്ചലാണ് എന്ന് ആ സ്ത്രീ, ആ നെയ്ബർ ഇവരോട് പറഞ്ഞു. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അയാൾ കുട്ടിക്ക് വേണ്ടി വന്നതായിരിക്കാം. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെല്ലോ എന്ന് പറയുമ്പോൾ ആ പാവം മനുഷ്യൻ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അയാൾക്ക് അത്രയും പ്രായമുണ്ട്. നോക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ അടിച്ചു വീഴ്ത്തുക, അപകടത്തിൽപ്പെടുത്തുക,
ബോധരഹിതനാക്കുക, ഇതെല്ലാമാണ് ആ സെന്റൻസിന് അർത്ഥം. അയാൾക്ക് അത്രയും പ്രായമായത് കാരണം മഴ അയാളെ വീഴ്ത്തിയതായിരിക്കാം. അതാണ് നെയ്ബറായ സ്ത്രീ പറയുന്നത്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. അയാളെ ഒരു കുട്ടിക്ക് വേണ്ടി വന്നതായിരിക്കാം. ബട്ട് ദ പുവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. On the following day, everyone knew that a flesh and blood angel was held captive in Peleus' house. Captive എന്ന് പറയുമ്പോൾ തടവുപുള്ളി, ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ രക്തവും മാംസവും ഉള്ള അങ്ങനെയുള്ളൊരു മാലാക. അടുത്ത ദിവസം, ഓൺ ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസം, എവരി വൺ ന്യൂ, എല്ലാവരും അറിഞ്ഞു. എന്ത്? രക്തവും മാംസവുമുള്ള ഒരു മാലാക പേലയുടെ ഹൗസിൽ തടവുകാരനായി ഉണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു. ഒരാളെ നമ്മൾ ക്യാപ്റ്റീവായി വെക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ തടവിൽ വെക്കുക എന്നാണ് അർത്ഥം. പേലയോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. അന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ പേലയോ അയാളുടെ അടുക്കളയിൽ നിന്ന് ഈ ഏഞ്ചലിനെ, ഈ ഓൾഡ് മാനെ നോക്കിക്കൊണ്ടിരുന്നു. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്ബ്. ബെയിലിഫ് എന്ന് പറയുമ്പോൾ കോർട്ടിലും മറ്റുമൊക്കെ ഉത്തരവുകൾ നടപ്പാക്കുന്ന, വെർഡിക്ട്സ് നടപ്പാക്കാനുള്ള ഒരാൾ. ക്ലബ്ബ് എന്നതിന് വടി, ഗദ, ആർത്തം എല്ലാം ഉണ്ട്. പേലയോ കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നമുക്ക് അധികാരമുള്ള ഒരാള് അതില്ലാത്ത ഒരാളെ അടിച്ചമർത്താനായി ഉപയോഗിക്കുന്ന എന്തും ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ ഈ എക്സ്പ്രഷനെ മനസ്സിലാക്കാൻ. പേലയോ വാച്ച്ഡ് ഓവർ ഹിം. അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു, നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. വാച്ച് ഓവർ എന്ന് പറയുമ്പോൾ നിരീക്ഷിക്കുക, നോക്കുക. ഓൾ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ. ഫ്രം ദ കിച്ചൺ, അടുക്കളയിൽ നിന്ന്. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്ബ്. ആംഡ് വിത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ ആ ആയുധം ഉണ്ടായിരുന്നു എന്നർത്ഥം. ബിഫോർ ഗോയിങ് ടു ബെഡ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. പേലയോ ഈ വൃദ്ധനെ മണ്ണിൽ നിന്ന് വലിച്ചു. ഡ്രാഗ് എന്ന് പറയുമ്പോൾ വലിച്ചു കയറ്റുക. ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ്. എന്നിട്ട് പൂട്ടിവെച്ചു. വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത് കോഴികളെ നമ്മൾ ഇടാനിടുന്ന കൂട്, കോഴിക്കൂട്. അതില് കോഴികളുടെ കൂടെ ഈ ഓൾഡ് മാനെ പേലയോ പൂട്ടിവെച്ചു രാത്രി, അയാള് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. അപ്പൊ ഇവരുടെ കുട്ടിക്ക് സുഖമില്ലായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇങ്ങനെ ഈ ഏഞ്ചൽ വന്ന് ഇത്തിരി സമയം കഴിഞ്ഞ് രാത്രി അയാളെ കോഴിക്കൂട്ടിൽ പൂട്ടി വെച്ചതിന് ശേഷം ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ കുട്ടി എഴുന്നേറ്റു. അപ്പൊ കുട്ടിക്ക് പനിയില്ലായിരുന്നു. അത് മാത്രമല്ല, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനൊരു താല്പര്യവും ഉണ്ടായിരുന്നു. വോക്ക് അപ്പ് വിത്തൗട്ട് ഫീവർ. വിത്തൗട്ട് ഫീവർ എന്ന് പറയുമ്പോൾ പനിയില്ലാതെ. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യത്തോടെ. എ ഡിസയർ ടു ഈറ്റ് എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം. Then they felt magnanimous. Magnanimous എന്ന് പറയുമ്പോൾ വലിയ ഉദാര മനസ്സ് തോന്നി എന്നർത്ഥം. ഉദാര മനസ്കരായവരെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാഗ്നാനിമസ്. കുട്ടിക്ക് പനി മാറിയപ്പോൾ അത് ഈ ഏഞ്ചലിന്റെ പ്രസൻസ് കാരണമായിരിക്കാം എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവർക്ക് ആ ഏഞ്ചലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് തോന്നി. They decided to put the angel on a raft with fresh water and provisions for 3 days. അപ്പോൾ അവർ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫേവറായി ഏഞ്ചൽ ചെയ്തു. അവരുടെ കുട്ടിയുടെ അസുഖം കുറഞ്ഞു. അതുകൊണ്ട് റാഫ്റ്റ് എന്ന് പറയുമ്പോൾ ചങ്ങാടം, ഒരു ചങ്ങാടത്തില് നല്ല വെള്ളം, കുടിക്കാനുള്ള വെള്ളവും അതുപോലെ പ്രൊവിഷൻസ് ഫോർ 3 days എന്ന് പറയുമ്പോൾ, പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, ഭക്ഷണം അതുപോലത്തെ മറ്റ് ആവശ്യമുള്ള വസ്തുക്കൾക്കെല്ലാമാണ് നമ്മൾ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. 3 ദിവസത്തിന് ആവശ്യമായ പ്രൊവിഷൻസും അതുപോലെ തന്നെ കുടിക്കാൻ ആവശ്യമായ വെള്ളവും നിറച്ച് ഇയാളെ ഒരു ചങ്ങാടത്തില്, ഒരു റാഫ്റ്റില് കയറ്റിയിട്ട് ഇയാളെ കടലില് വിടാമെന്ന് കരുതിയവര്. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. ഹൈ സീസ് എന്ന് പറയുമ്പോൾ കടലില് ഒരു ചങ്ങാടത്തിലാക്കിയിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ച് ഇയാളെ കടലിലേക്ക് വിടാമെന്നാണ് ഇവർ കരുതുന്നത്. ഇയാളൊരു സെയിലറാണ് എന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ ബിലീഫ്, അല്ലേ? ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് എന്ന് പറയുമ്പോൾ അയാളെ അയാളുടെ വിധിക്ക്, അയാളുടെ യോഗത്തിന് വിടുക എന്നർത്ഥം. അയാളുടെ ഡെസ്റ്റിനി എന്തോ അതിന് അയാളെ വിടുക. ഫേറ്റ്, വിധി. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. കടലിലെ ഒരു ചങ്ങാടത്തിലാക്കിയിട്ട് ഇയാളെയും ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ആക്കിയിട്ട് ഇയാളെ അയാളുടെ വിധിക്ക് വിടാൻ അവർ തീരുമാനിച്ചു. അതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല, അത്രയെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് തോന്നി, കാരണം അവരുടെ കുട്ടിയുടെ അസുഖം കുറഞ്ഞു. But when they went out into the courtyard at the first light of dawn, at the first light of dawn എന്ന് പറയുമ്പോൾ നേരം പുലർന്ന് പ്രകാശം വന്നു തുടങ്ങിയ ഉടനെ അവർ അവരുടെ കോർട്ട്യാർഡിലേക്ക് പോയി നോക്കുമ്പോൾ, when they went out into the courtyard, അവർ പുറത്തേക്ക് ഇറങ്ങി കോർട്ട്യാർഡിലേക്ക് ചെന്ന സമയത്ത്
വെളിച്ചം വന്ന ഉടനെ അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ they found the whole neighborhood in front of the chicken coop having fun with the angel. അപ്പോൾ ഇവർ കണ്ടത് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും, നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ആ പ്രദേശം, ആ ലൊക്കാലിറ്റി, അവിടെയുള്ള എല്ലാ ആളുകളും ഈ ചിക്കൻ കൂപ്പിന്, കോഴിക്കൂടിന് മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. ആൻഡ് they were having fun with the angel. അവർ ആ ഏഞ്ചലിനെ പലതും പറഞ്ഞ് കളിയാക്കുകയും അവളെ ഉപദ്രവിക്കുകയും അങ്ങനെ അവർ എൻജോയ് ചെയ്യുന്നതാണ് ഇവർ കാണുന്നത്. The visitors were tossing him things to eat through the openings in the coop. അപ്പോൾ കോഴിക്കൂടിന് നിറയെ ഓപ്പണിങ്സ് കാണുമല്ലോ, അതിലൂടെ ഇയാൾക്ക്, ഈ ഓൾഡ് മാന് കഴിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ആളുകൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ടോസ് ഹിം തിങ്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേറിൻഡ് എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അയാളൊരു അമാനുഷ്യ ശക്തിയുള്ള, സൂപ്പർ നാച്ചുറൽ ആയ ഒരു ക്രീച്ചർ അല്ല, ഒരു സർക്കസ് അനിമൽ ആണ് എന്ന പോലെയായിരുന്നു ആളുകൾ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേറിൻ എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ അല്ലാതെ ഒരു സർക്കസ് അനിമൽ ആണ് അയാൾ എന്ന പോലെയാണ് ആളുകൾ പെരുമാറുന്നുണ്ടായിരുന്നത്. ആസ് ഇഫ് എന്നതിനർത്ഥം എന്ന പോലെ എന്നാണ്. The news of the captive angel spread with great rapidity. Rapidity എന്ന് പറയുമ്പോൾ സ്പീഡ്. The news of the captive angel, തടവിലാക്കപ്പെട്ട ആ മാലാഖയെക്കുറിച്ചുള്ള വാർത്ത. Spread with great rapidity. Spread എന്ന് പറയുമ്പോൾ പടർന്നു. Great rapidity, നല്ല വേഗതയിൽ. After a few hours, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, the courtyard had the bustle of a market place. ഒരു മാർക്കറ്റ് പ്ലേസിൽ എത്ര തിരക്കുണ്ടാവുമോ അതുപോലെയായിരുന്നു ഇവരുടെ പറമ്പ് അല്ലെങ്കിൽ മുറ്റം. അതായത് ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. The couple had to call in troops to disperse the mob. The couple, പേലയോയും അയാളുടെ വൈഫും, അവർക്ക് had to call എന്ന് പറയുമ്പോൾ വിളിക്കേണ്ടി വന്നു. ട്രൂപ്സ്, പോലീസ്. To disperse the mob. മോബ്, ജനക്കൂട്ടം. The couple had to call in troops to disperse the crowd. ആ ജനക്കൂട്ടത്തിനെ പിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനക്കൂട്ടത്തെ പിരിച്ച് അവരെ അവരവരുടെ വഴിക്ക് അയക്കുന്നതിന് വേണ്ടി ഇവർക്ക്, പേലയോയ്ക്കും അയാളുടെ വൈഫിനും, പോലീസിനെ വിളിക്കേണ്ടി വന്നു, ട്രൂപ്സിനെ വിളിക്കേണ്ടി വന്നു. ഡിസ്പേഴ്സ് എന്ന് പറയുമ്പോൾ വേർപിരിക്കുക, പിരിക്കുക, സ്കാറ്റർ ചെയ്യുക, പല വഴിക്ക് പറഞ്ഞയക്കുക. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അവർക്ക് പിന്നെ ഒരു ഐഡിയ തോന്നി, അവരുടെ യാർഡിന്, അവരുടെ പറമ്പിന് ഒരു ഫെൻസ് പണിയാം. അതുപോലെ തന്നെ ഇയാളെ കാണാൻ വരുന്നവരിൽ നിന്ന് 5 സെന്റ് ഇയാളെ കാണാനുള്ള ഫീ ആയി വാങ്ങിക്കാനുള്ള ഒരു ഐഡിയ അവർക്കുണ്ടായി. The curious came from far away. Curious എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്, അതിനർത്ഥം ജിജ്ഞാസയുള്ള എന്നാണ്. അതിന്റെ കൂടെ ദ ഉപയോഗിക്കുമ്പോൾ ജിജ്ഞാസയുള്ള ആളുകൾ എന്നർത്ഥമാണ്. The curious എന്ന് പറയുമ്പോൾ ക്യൂരിയസ് ആയ എല്ലാ ആളുകളും. The curious came from far away. ഈ ഏഞ്ചൽ എന്താണ്, ആരാണ് എന്നെല്ലാം അറിയാൻ താല്പര്യമുള്ളവർ, അയാളെ കാണാൻ താല്പര്യമുള്ളവർ ഒരുപാട് ദൂരത്ത് നിന്ന്, ഫാർ അവേ എന്ന് പറയുമ്പോൾ വളരെ അകലെ നിന്നും വന്നു. The most unfortunate invalids on earth came in search of health. ഇൻവാലിഡ്സ് എന്ന് പറയുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഡിസബിലിറ്റീസ് അനുഭവിക്കുന്നവർ, അതായത് അവർക്ക് എന്തെങ്കിലും അംഗവൈകല്യമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിരിക്കും. അൺഫോർച്ചുനേറ്റ്, ഭാഗ്യമില്ലാത്തവർ, നിർഭാഗ്യശാലികളായ, ഇൻവാലിഡ്സ്, ശാരീരികമായ ഒരുപാട് വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള ഏറ്റവും നിർഭാഗ്യവാന്മാരായ, നിർഭാഗ്യവതികളായ, ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഏഞ്ചലിനെ കാണുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യം ലഭിക്കുമെന്നാണ് അവർ കരുതിയത്. കേം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്, ആരോഗ്യം അന്വേഷിച്ച് അവർ വന്നു. പേലയോ ആൻഡ് എലിസെന്റ് അവർ ഹാപ്പി വിത്ത് ഫാറ്റിഗ്. ഫാറ്റിഗ് എന്ന വാക്കിന് ക്ഷീണം എന്നാണ് അർത്ഥം. പേലയോയും എലിസെന്റയും ഒരുപാട് ഹാപ്പിയായി. ആക്ച്വലി അവർക്ക് ഹാപ്പിനെസ്സിന് കാരണമുണ്ട്, അവരൊരു അഡ്മിഷൻ ഫീ വാങ്ങിക്കുന്നുണ്ട്. ഹാപ്പി വിത്ത് ഫാറ്റിഗ് എന്ന് പറയുമ്പോൾ അവർ സന്തോഷം കൊണ്ട് തളർന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ചയിൽ കുറവ് സമയത്തിനുള്ളിൽ അവരുടെ റൂംസ് എല്ലാം അവർ പണം കൊണ്ട് കുത്തി നിറച്ചിരുന്നു. ക്രാം ചെയ്യുക എന്ന് പറയുമ്പോൾ കുത്തി നിറയ്ക്കുക. സ്റ്റിൽ ദ ലൈൻസ് ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസോൺ. അപ്പോഴും പക്ഷേ അകത്തേക്ക് പ്രവേശിക്കാനായി കാത്തു നിൽക്കുന്ന പിൽഗ്രിംസ് എന്ന് പറയുമ്പോൾ തീർത്ഥാടകര്, ഏഞ്ചലിനെ കാണാൻ വരുന്നവർ, അവരുടെ ലൈന് അത് റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസോൺ. ഹൊറൈസോൺ എന്ന് പറയുമ്പോൾ ചക്രവാളം, നമുക്ക് കാണാവുന്നതിന്റെ പരമാവധി. അതായത് ആ സമയത്തും ഇയാളെ കാണുന്നതിന് വേണ്ടി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഇൻ ഹിസ് ഓൺ ആക്ട് എന്ന് പറയുമ്പോൾ അയാളുടെ തന്നെ ആ നാടകത്തിൽ
അതിൽ ഒരു റോളും പ്ലേ ചെയ്യാതിരുന്ന ഒരേ ഒരാൾ ഏഞ്ചൽ ആയിരുന്നു. അയാൾ അതിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബൊറോഡ് നെസ്റ്റ്. അപ്പോൾ അയാൾക്ക് ആ ബൊറോഡ് നെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അയാളുടെ അല്ലല്ലോ, അയാൾക്ക് കടം കിട്ടിയിട്ടുള്ള ആ ഒരു കൂടാണ്. അതിനകത്ത് പരമാവധി അയാളെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അയാളുടെ സമയം ചിലവഴിച്ചു. ഹി സ്പെൻഡ് ഹിസ് ടൈം, അയാൾ അയാളുടെ സമയം ചിലവഴിച്ചു. ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ആവാൻ ശ്രമിച്ചുകൊണ്ട് ഇൻ ഹിസ് ബൊറോഡ് നെസ്റ്റ്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. മോത്ത് ബോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോത്ത്സ് എല്ലാം കേടുവരാതിരിക്കുന്നതിന് വേണ്ടി, ഇൻസെക്ട്സ് പാറ്റകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഷെൽഫുകളിലും മറ്റുമൊക്കെ ക്ലോത്ത്സിന് ഇടയിൽ വെക്കുന്ന നാഫ്തലിൻ ടാബ്ലറ്റ്സ്, അതാണ് മോത്ത് ബോൾസ്. അത് അവർ ഇട്ട് കൊടുത്തു അയാൾക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് എന്ന് പറയുമ്പോൾ അയാളെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിച്ചു. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മുഷ്. പക്ഷെ അയാൾ ആകെ കഴിച്ചിരുന്നത് എഗ് പ്ലാന്റ് വഴുതനയാണ്. അതിൻ്റെ മുഷ് എന്ന് പറയുമ്പോൾ അത് അരച്ചത്, അത് കുറുക്കിയത്, അതുപോലത്തെ സാധനങ്ങൾ, അത് മാത്രമാണ് ഇയാൾ കഴിച്ചിരുന്നത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീം ടു ബി പേഷ്യൻസ്. ഇയാൾക്ക് എന്തെല്ലാമോ സൂപ്പർ നാച്ചുറൽ, അമാനുഷിക, അസാധാരണ കഴിവുകൾ ഉണ്ട് എന്ന് കരുതിയാണ് ആളുകൾ ഇയാളെ കാണാൻ വരുന്നത്. പക്ഷെ അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഒരു കഴിവ്, വിർച്യൂ എന്ന വാക്കിന് പുണ്യം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ അതൊരു ടാലന്റ്, കഴിവ് എന്ന രീതിയിൽ എടുക്കുക. അത് ഉണ്ടായിരുന്നത് അയാളുടെ ക്ഷമ മാത്രമായിരുന്നു. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ക്ഡ് അറ്റ് ഹിം. കോഴികൾ അയാളെ വന്ന് കുത്തുമ്പോൾ, കോഴികൾ കുത്തിപ്പെറുക്കുന്നതിനാണ് പെക്ക് എന്ന വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അയാളുടെ ചിറകെല്ലാം വൃത്തികേടായിരിക്കുകയാണ്, അതിനകത്ത് ധാരാളം പാരസൈറ്റ്സ്, കീടങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി കോഴികൾ ഇയാളെ വന്ന് കൊത്തുമ്പോഴും അയാൾ വളരെ പേഷ്യൻ്റ് ആയി തന്നെ ഇരുന്നു. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ക്രിപ്പിൾസ് എന്ന് പറയുമ്പോൾ നടക്കാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, അംഗവൈകല്യമുള്ളവർ, അവർ ഇയാളുടെ ചിറകുകൾ പറിച്ചെടുക്കുമായിരുന്നു. അപ്പോഴും ഇയാൾ പേഷ്യൻ്റ് ആയിരുന്നു. അവരെന്തിനാ ചിറകുകൾ പറിച്ചെടുക്കുന്നത്? അവരുടെ ശരീരത്തിൽ ആ ചിറക് കൊണ്ട് സ്പർശിക്കാൻ. അങ്ങനെ ചെയ്യുന്നത് വഴി അവരുടെ ആരോഗ്യസ്ഥിതി, അവർക്ക് എഴുന്നേറ്റ് നടക്കാനും മറ്റും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവരത് ചെയ്തിരുന്നത്. ഇങ്ങനെ ചിറകുകൾ വലിച്ചെടുക്കുമ്പോഴും നമ്മുടെ ഏഞ്ചൽ അയാൾ വളരെ പേഷ്യൻ്റ് ആയി തന്നെ ഇരുന്നു, ക്ഷമ കാണിച്ചു. He remained patient when even the most merciful threw stones at him. The most merciful എന്ന് പറയുമ്പോൾ ഏറ്റവും കനിവുള്ളവർ, ഏറ്റവും ദയവുള്ളവർ, അവർ പോലും അയാളുടെ ദേഹത്തേക്ക് കല്ലുകൾ എറിഞ്ഞപ്പോഴും അയാൾ ക്ഷമയോടുകൂടെ തന്നെയായിരുന്നു. After all, they were only trying to get him to rise so that they could see him standing. അവരിതൊക്കെ എന്തിനാ ചെയ്യുന്നുണ്ടായിരുന്നത്? After all, എന്തൊക്കെയായാലും എന്തെല്ലാം ആയാലും, ആ മീനിങ് എല്ലാം വരുന്ന ഒരു എക്സ്പ്രഷനാണിത്. അവരിത് ചെയ്യുന്നുണ്ടായിരുന്നത് അയാളെ ഒന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അയാളെ എഴുന്നേറ്റാൽ അയാളെ ഒന്ന് മുഴുവനായി കാണാൻ അവർക്ക് പറ്റും. അതായിരുന്നു ഇയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് അവർക്കുണ്ടായിരുന്ന മോട്ടിവേഷൻ. ആഫ്റ്റർ ആൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ്. ടു റൈസ് എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കാൻ. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യാദൃശ്യമായി ആ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വന്നു. ഒരു ട്രാവലിംഗ് ഷോ എന്നത് ഏകദേശം ഒരു സർക്കസ് പോലെ തന്നെയാണ്. അവർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പരിപാടികൾ അവതരിപ്പിച്ച് മൂവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അവർ വന്നു. ആ ടൗണിൽ ആ സമയത്ത് എത്തിപ്പെട്ടു. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. അപ്പോൾ ആ ട്രാവലിംഗ് ഷോയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരൊരു സ്പൈഡറായി മാറിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ഒരു തണ്ടറും ലൈറ്റ്നിങ്ങും കാരണം ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഒരു സ്പൈഡറായി മാറിയ ഒരു സ്ത്രീ ആയിരുന്നു ആ ട്രാവലിംഗ് ഷോയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ അഡ്മിഷൻ ഫീ ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണുന്നതിന് വേണ്ടി പേലയോ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അഡ്മിഷൻ ഫീയേക്കാളും കുറവായിരുന്നു ഈ സ്ത്രീയെ കാണിക്കുന്നതിന് വേണ്ടി ആ ട്രാവലിംഗ് ഷോയുടെ ആളുകൾ വാങ്ങിച്ചിരുന്ന അഡ്മിഷൻ ഫീ. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ. അതുകൊണ്ട് തന്നെ ഏഞ്ചലിനെ കാണാനുള്ള ആളുകളുടെ തിരക്ക് കുറഞ്ഞു. അതിന് പകരം എന്ത് ചെയ്തു? ആളുകൾ അവരെ കാണാൻ വേണ്ടി ഫ്ലോക്ക്ഡ് ടു സീ ഹർ എന്ന് പറയുമ്പോൾ ഫ്ലോക്ക് എന്ന വാക്കിന് കൂട്ടം എന്നാണ്. They were also permitted to ask her all manner of questions about her upset state. അവരുടെ ആ വിചിത്രമായ, നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ അവസ്ഥയെക്കുറിച്ചുള്ള എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളും അവരോട് ചോദിക്കാനും ഈ ആളുകൾക്ക് അനുവാദം ഉണ്ടായിരുന്നു. They were also permitted, അവർ അനുവദിക്കപ്പെട്ടിരുന്നു, to ask her, അവളോട് ചോദിക്കാൻ, all manner of questions, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ, എബൌട്ട് ഹെർ അപ്സെറ്റ് സ്റ്റേറ്റ്. അപ്സെറ്റ് എന്ന വാക്കിന് അസംബന്ധം എന്നൊരർത്ഥമാണ്. ഇവിടെ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള വിചിത്രമായ ഒരു അവസ്ഥ, അതിനെക്കുറിച്ചുള്ള
ഏത് ചോദ്യങ്ങളും അവളോട് ചോദിക്കാൻ ആ ആളുകൾക്ക് അനുവാദം ഉണ്ടായിരുന്നു. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. ലാമെന്റ് എന്ന് പറയുമ്പോൾ വിലപിക്കുക. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ദുഃഖിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ്, ആ വീടിന്റെ ഉടമകൾക്ക്, ഹാഡ് നോ റീസൺ, ഒരു കാരണവും ഉണ്ടായിരുന്നില്ല, ടു ലാമെന്റ്, ദുഃഖിക്കാൻ അല്ലെങ്കിൽ വിലപിക്കാൻ. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ. ഇവർ ഓൾറെഡി കുറെ പണം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകളിൽ നിന്ന്. അങ്ങനെ സേവ് ചെയ്ത ആ പണം കൊണ്ട് അവരൊരു 2 നില വീട്, മാൻഷൻ എന്ന് പറയുമ്പോൾ വലിയ വീട്, ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. ബാൽക്കണികളും ഗാർഡനും ഉള്ള വലിയൊരു വീട് തന്നെ അവർ പണിതു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിംഗ് ദ വിന്റർ. തണുപ്പ് കാലത്ത് ക്രാബ്സ്, ഞണ്ടുകൾ അകത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി ആ വീടിന് ചുറ്റും നെറ്റിംഗ് ഉണ്ടായിരുന്നു. ഇറ്റ് ഓൾസോ ഹാഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. ഇനി ഇതുപോലത്തെ ഏഞ്ചൽസ് ഒന്നും അകത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി അതിന്റെ ജനലുകൾക്കെല്ലാം അയൺ കൊണ്ടുള്ള കമ്പികളും ഉണ്ടായിരുന്നു. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാർ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. അപ്പൊ ഇയാൾ കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, ഒരു ബെയിലിഫ് ആയിരുന്നു. അയാൾ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചു. ഫോർ ഗുഡ് എന്ന് പറയുമ്പോൾ ഫോർ എവർ എന്നർത്ഥം, എന്നേക്കുമായി അയാൾ ആ ജോലി ഉപേക്ഷിച്ചു. അതിന് പകരം അയാൾ ഒരു റാബിറ്റ് വാർഡൻ സെറ്റപ്പ് ചെയ്തു. റാബിറ്റ് വാർഡൻ എന്ന് പറയുമ്പോൾ മുയലുകളെ വളർത്താനുള്ള ഒരു സംവിധാനമാണ്. ഒരുപാട് മുയലുകൾക്ക് താമസിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം അതിനകത്ത് കാണും. അയാൾ അങ്ങനെ അത് സെറ്റപ്പ് ചെയ്തു. എലിസന്ന ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ്. സാറ്റിൻ വളരെ സോഫ്റ്റ് ആയ ഒരു മെറ്റീരിയൽ ആണ്, അതുകൊണ്ടുള്ള പംപ്സ്, ചെരുപ്പുകളാണ്. ഹൈ ഹീലുള്ള വളരെ എക്സ്പെൻസീവായ അതുപോലത്തെ കുറെ ചെരുപ്പുകൾ എലിസന്റെ വാങ്ങിച്ചു. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്ക്, വർണ്ണശബളമായ എന്ന് പറയില്ലേ, കളർഫുൾ ആയ സിൽക്ക്, അതുകൊണ്ടുള്ള കുറെ ഡ്രസ്സുകളും എലിസന്റെ വാങ്ങിച്ചു. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. അയാൾ അയാളുടെ ജോലി ഉപേക്ഷിച്ച് അയാളുടേതായ ഒരു ബിസിനസ് തുടങ്ങി. ഈ സ്ത്രീ ഒരുപാട് പണം അവർക്ക് ലക്ഷൂറിയസ് ആയ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അവർ വലിയൊരു വീടും വെച്ചു. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. അവരുടെ ആ കോർട്ട്യാർഡിൽ ഒരു ശ്രദ്ധയും കിട്ടാതെ പോയത് ആ കോഴിക്കൂടിന് മാത്രമായിരുന്നു. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച്. സ്റ്റെഞ്ച് എന്ന് പറയുമ്പോൾ ദുർഗന്ധം, ഡങ് ഹീപ്പ് എന്ന് പറയുമ്പോൾ ആ കോഴികളുടെ കാഷ്ടം, അനിമൽസിന്റെ വേസ്റ്റ്, അതിനാണ് നമ്മൾ ഡങ് എന്ന് പറയുന്നത്. ഹീപ്പ് അതിന്റെ ഒരു മൗണ്ട്, അതിന്റെ ആ കൂമ്പാരം, അതിൽ നിന്നുള്ള ദുർഗന്ധം. ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. പക്ഷെ വലിയ വീടും നല്ല വീടും ഒക്കെ വെച്ചെങ്കിലും ഇതിൽ നിന്നുള്ള ഈ കോഴിക്കൂട്ടിൽ നിന്ന് വരുന്ന ആ ദുർഗന്ധം ആ വീടിനെ ഒരു പഴയ വീട് പോലെ ആക്കിയിരുന്നു. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്. ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആദ്യം. അറ്റ് ഫസ്റ്റ് ആദ്യം ആ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ they were careful that he did not get too close to the coop. ആദ്യമൊക്കെ ഈ കുട്ടി ഈ കോഴിക്കൂടിന് അടുത്തേക്ക് വല്ലാതെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ്. പിന്നെ അവർക്ക് ആ പേടിയൊക്കെ പോയി. ലൂസ് ദെയർ ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ പേടിയെല്ലാം നഷ്ടമായി. ആൻഡ് ഗോട്ട് യൂസ് ടു ദ സ്മെല്ല്. പിന്നെ ആ സ്മെല്ലെല്ലാം അവർക്കും പരിചയമായി, ആ കുട്ടിക്കും പരിചയമായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്. ആ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. അവൻ ഈ കോഴിക്കൂട്ടിനകത്ത് കളിക്കാൻ വേണ്ടി പോയിരുന്നു. ആസ് ദ വയേഴ്സ് വർ ഫോളിംഗ് അപ്പാർട്ട്. ആ കോഴിക്കൂടിന്റെ നെറ്റ്, വയേഴ്സ്, അതെല്ലാം ഫോൾ അപ്പാർട്ട് എന്ന് പറയുമ്പോൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുക, വീണു പോയിക്കൊണ്ടിരിക്കുക. ആ കോഴിക്കൂടിന് ഒരു അറ്റൻഷനും കിട്ടുന്നുണ്ടായിരുന്നില്ല, അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള വയേഴ്സ് എല്ലാം നശിച്ചു പോയിരുന്നു. അപ്പൊ അതിനകത്തേക്ക് ഈ കുട്ടിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. They both came down with chicken pox at the same time. ഇവിടെ come down എന്ന വാക്കിന് അസുഖബാധിതനായി എന്നാണ് അർത്ഥം. They both came down with chicken pox. അവർക്ക് രണ്ടുപേർക്കും, ഈ ഏഞ്ചലിനും ഈ കുട്ടിക്കും ഒരേ സമയം ചിക്കൻ പോക്സ് വന്നു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ ഈ കുട്ടിയെ ചികിത്സിക്കാൻ വന്ന ആ ഡോക്ടർക്ക് couldn't resist the temptation. ടെംപ്റ്റേഷൻ പ്രലോഭനമാണ്. couldn't resist the temptation എന്ന് പറയുമ്പോൾ ആ പ്രലോഭനം അവർക്ക് അതിജീവിക്കാനായില്ല, പ്രതിരോധിക്കാനായില്ല. ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. ആ ഏഞ്ചലിന്റെ ഹാർട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് ആ ഏഞ്ചലിന്റെ ഹാർട്ട് ഒന്ന് കേൾക്കണമെന്ന് ഈ ഡോക്ടർക്ക് തോന്നി. അയാൾക്ക് ആ ഒരു പ്രലോഭനം ഒഴിവാക്കാനായില്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ അയാൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഏഞ്ചലിന്റെ ഹാർട്ടിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ചൂളമടിക്കുന്ന പോലത്തെ ശബ്ദങ്ങൾ അയാൾ കേട്ടു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല ഡോക്ടറെ ഏറ്റവും അധികം അതിശയിപ്പിച്ചത്. വാട്ട് സർപ്രൈസ്ഡ് ഹിം ദ മോസ്റ്റ്, അയാളെ ഏറ്റവും അധികം അതിശയിപ്പിച്ചത്, ഹവർ എന്നിരുന്നാലും, വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്, എന്തിനാണ് അയാൾക്ക് ആ വിങ്സ് ഉള്ളത് എന്ന കാര്യമായിരുന്നു ഈ ഡോക്ടർക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയത്.
They seemed so natural on that completely human organism. ഏഞ്ചലിന്റെ ശരീരഭാഗങ്ങളെ എല്ലാം മനുഷ്യരുടേത് പോലെ തന്നെയായിരുന്നു. പക്ഷെ അയാൾക്ക് വിങ്സ് അത് ശരിക്കും നാച്ചുറലായി തോന്നുന്നുണ്ടായിരുന്നു. ആ വിങ്സ് അവിടെ അബ്നോർമൽ ആയ ഒരു ഫിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. മറിച്ച് ദേ സീംഡ് സോ നാച്ചുറൽ, വളരെ സ്വാഭാവികമായി എന്ന് തോന്നി. ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം, പൂർണ്ണമായും മനുഷ്യനായ ആ ജീവിയിൽ ആ വിങ്സ് വളരെ സ്വാഭാവികമായി നാച്ചുറൽ ആണ് എന്ന് ഡോക്ടർക്ക് തോന്നിപ്പോയി. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിന്റ് ഹാവ് ദം ടു. ഏഞ്ചലിന്റെ ശരീരത്തിൽ ആ വിങ്സ് വളരെ സ്വാഭാവികമാണ്, നാച്ചുറൽ ആണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഡോക്ടർ മറ്റു മനുഷ്യർക്ക് എന്തുകൊണ്ട് ഈ വിങ്സ് ഇല്ല എന്ന് കൂടി ചിന്തിക്കാൻ തുടങ്ങി. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ്, അയാൾക്ക് മനസ്സിലായില്ല. വൈ അതർ പീപ്പിൾ ഡിഡിന്റ് ഹാവ് ദം ടു, എന്തുകൊണ്ട് മറ്റാളുകൾക്ക് കൂടി ഈ വിങ്സ് ഇല്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ല. അത്രമാത്രം നാച്ചുറലായി ആ വിങ്സ് ആ ഏഞ്ചലിന്റെ ശരീരത്തിൽ ഡോക്ടർക്ക് തോന്നി. When the child began school, the sun and rain had caused the collapse of the chicken coop. കുട്ടി സ്കൂളിലേക്ക് പോവാൻ തുടങ്ങിയ സമയമായപ്പോഴേക്കും സൂര്യനും മഴയുമെല്ലാം ആ ചിക്കൻ കൂപ്പ്, കൊളാപ്സ് എന്ന് പറയുമ്പോൾ അത് വീഴാൻ കാരണമായി. ആ ചിക്കൻ കൂപ്പ്, കോഴിക്കൂട് തകർന്ന് വീഴുന്നതിന് കാരണമായി. ഹാഡ് കോസ്റ്റ്, അവരതിന് കാരണമായി. ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്, ആ കോഴിക്കൂടിന്റെ തകർച്ചയ്ക്ക് സൂര്യനും മഴയും, അതായത് വെയിലും മഴയും കാരണമായി. The angel went dragging himself about here and there like a stray dying man. അയാൾ ഇതുവരെ ആ കോഴിക്കൂടിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ കോഴിക്കൂട് തകർന്നപ്പോൾ അയാൾ പല വിധേനയും ഇഴഞ്ഞു പുറത്തേക്ക് വന്നു. The angel went dragging himself about, അയാൾ സ്വയം ഇഴഞ്ഞു പുറത്തേക്ക് വന്നു. Here and there, അവിടെയും ഇവിടെയും ഒക്കെ, like a stray dying man. Stray എന്ന് പറയുമ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവര്, dying man മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അയാൾക്ക് ഇനിയിപ്പോൾ കൂട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അയാൾ പതുക്കെ പുറത്ത് അവിടെയും ഇവിടെയും എല്ലാം ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അയാൾ വെറുതെ ഇരിപ്പായിരുന്നില്ല, അയാൾക്ക് സാധിക്കുന്ന പോലെ എല്ലായിടത്തും ഇഴഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ്, ഒരുപാട് സ്ഥലത്ത്, അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം അയാൾ ഉള്ളതുപോലെ തോന്നി. ഹി കുഡ് സ്കെയർസ്ലി ഈറ്റ്, അയാൾക്ക് കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്കെയർസ്ലി എന്ന വാക്കിന് ഹാർഡ്ലി എന്ന് തന്നെയാണ് അർത്ഥം. അതായത് അയാൾക്ക് കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല, വളരെ കുറച്ചേ കഴിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഹി കുഡ് സ്കെയർസ്ലി ഈറ്റ് and his eyes had also become so foggy that he went about bumping into posts. അയാളുടെ കണ്ണും അയാളുടെ കാഴ്ചശക്തിയും വളരെ ബാധിച്ചിരുന്നു, മങ്ങിപ്പോയിരുന്നു അയാളുടെ കാഴ്ച. അതുകൊണ്ട് തന്നെ അയാള് പോസ്റ്റുകളിലെല്ലാം ചെന്ന് പോയി ഇടയ്ക്കിടെ ഇടിക്കുമായിരുന്നു. ബമ്പിങ് ഇൻ ടു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പോസ്റ്റിൽ ചെന്ന് അയാൾ ഇടിക്കുമായിരുന്നു, കണ്ണ് കാണാത്തത് കാരണം. പെലായ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അപ്പോൾ ഇയാളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ പെലായ അയാൾക്ക് ഒരു ബ്ലാങ്കറ്റ്, അയാളുടെ ദേഹത്തേക്ക് അയാളെ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞു. എന്നിട്ട് അയാളെ ആ ഷെഡിൽ കിടന്നുറങ്ങാൻ അനുവദിച്ചു. ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അങ്ങനെ അയാൾ ഷെഡിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അയാൾക്ക് രാത്രി പനിയുണ്ടെന്ന്. ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. ദേ ബിക്കെയിം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർക്ക് പേടിയായി. ദേ ബിക്കെയിം അലാംഡ് എന്ന് പറയുമ്പോൾ അവർ ഭയന്നുപോയി. ഫോർ എന്ന വാക്കിന് ഇവിടെ ബിക്കോസ് എന്ന് തന്നെയാണ് അർത്ഥം. ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ, അയാൾ മരിക്കാൻ പോവുകയാണെന്ന് അവർ കരുതി. And yet he not only survived his worst winter but seemed improved with the first sunny days. പക്ഷേ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അയാളുടെ ആ വേഴ്സ്റ്റ് വിന്റർ, ഏറ്റവും ചീത്ത ആ തണുപ്പ് കാലം അയാൾ അത് സർവൈവ് ചെയ്തു, അതിജീവിച്ചു. ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. വിന്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങുമ്പോൾ ആദ്യമായി വീണ്ടും സൂര്യപ്രകാശം എല്ലാം വന്നു തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്ത പോലെയും തുടങ്ങി. സണ്ണി ഡേയ്സ് എന്ന് പറയുമ്പോൾ നല്ല വെളിച്ചമുള്ള വെയിലുള്ള ദിവസങ്ങൾ. ഹി റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. കുറേ ദിവസം ആ തൊടിയുടെ ഏറ്റവും ദൂരെയുള്ള ഭാഗത്ത് ഒരുപാട് ദിവസം അയാൾ മോഷൻലെസ്, അനക്കമില്ലാതെ കിടന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബർ തുടങ്ങിയ സമയത്ത് അയാളുടെ വിങ്സിൽ ചില സ്റ്റിഫായ ഫെദേഴ്സ് വളർന്നു തുടങ്ങി, തൂവലുകൾ വളർന്നു തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർക്രോ. സ്കെയർക്രോ അറിയില്ലേ, കൃഷിസ്ഥലങ്ങളിലും മറ്റും പക്ഷികളും മറ്റു ജീവികളും എല്ലാം വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സാധനം, ഈ ഇമേജിൽ കാണിച്ചിട്ടുള്ളത് തന്നെ, അതാണ് സ്കെയർക്രോ. വിങ്സിൽ ഈ തൂവലെല്ലാം വന്നു തുടങ്ങിയപ്പോൾ അയാൾ ഒരു സ്കെയർക്രോയെ പോലെ ഇരുന്നു കാഴ്ചയിൽ. വൺ മോർണിംഗ് എലിസൻഡ വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് അനിയൻസ് ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. ഒരു ദിവസം എലിസൻഡ കുറച്ച് ഉള്ളി അരിയുകയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ലഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി. പെട്ടെന്ന് അടുക്കളയിലേക്ക് കാറ്റടിച്ചതുപോലെ തോന്നി. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ.
കാറ്റ് വീശുന്നതിനാണ് നമ്മൾ ബ്ലോ എന്ന് പറയുന്നത്. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ബ്ലൂ. അടുക്കളയിലേക്ക് കാറ്റ് വീശിയതുപോലെ തോന്നി, കാറ്റ് അടിച്ചതുപോലെ തോന്നി. Then she went to the window and found the angel in his first attempts at flight. അപ്പൊ ഈ സ്ത്രീ വേഗം ജനലിനടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇവരെന്താ കണ്ടത്? ആ ഏഞ്ചല് പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടു. The angel in his first attempts at flight. ഏഞ്ചല് പറക്കാൻ ശ്രമിക്കുകയായിരുന്നു. They were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ഇയാള് ഷെഡിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അയാൾ പറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അയാൾക്ക് ക്ലംസി എന്ന വാക്കിന് വഴക്കമില്ല. വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരിക്കുക, അതിനുള്ള ഒരു ടാലന്റ്, കഴിവ് അതൊന്നും ഇല്ലാതിരിക്കുക. ഈ മീനിങ്സ് എല്ലാമാണ് ക്ലംസിക്ക്. അപ്പൊ ഇയാളുടെ പറക്കാനുള്ള ഈ അറ്റംപ്റ്റ്സ് എല്ലാം വളരെ ക്ലംസി ആയിരുന്നു, ഒട്ടും വഴക്കമില്ലാത്ത പോലെയായിരുന്നു. They were so clumsy that he was on the point of knocking the shed down. അയാൾ ആ ഷെഡ് പോലും തകർക്കുമെന്നതുപോലെ തോന്നി. As he couldn't get a grip on the air. അയാൾക്ക് എയറിൽ ഒരു ഗ്രിപ്പ്, അയാൾക്ക് പറക്കാൻ ആവശ്യമായ മെയ് വഴക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ പറക്കാനുള്ള ആ ശ്രമം അത് ആ ഷെഡ് പോലും തകർക്കുമെന്ന് തോന്നി. But then he did manage to gain altitude. Altitude ഉയരം. പക്ഷെ പിന്നീട് അയാൾക്ക് ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചു. He managed to gain altitude എന്ന് പറയുമ്പോൾ അയാൾക്ക് അല്പം ഉയരത്തിലേക്ക്, വായുവിൽ കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. Elisenda let out a sigh of relief for herself and for him when she watched him pass over the last houses. അവരുടെ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ വീടുകൾക്കും മുകളിലൂടെ ഇയാൾ പറന്നു പോകുന്നത് കണ്ടപ്പോൾ എലിസെൻഡ നെടുവീർപ്പിട്ടു. സൈ ഓഫ് റിലീഫ് എന്ന് പറയുന്ന നെടുവീർപ്പാണ്. ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് എന്ന് പറയുമ്പോൾ നെടുവീർപ്പിട്ടു. അവരൊന്ന് ആശ്വാസത്തോടെ ഒന്ന് ശ്വസിച്ചു. അവർക്ക് അവരുടെ കാര്യത്തിലും ആശ്വാസം ഉണ്ടായിരുന്നു, അയാളുടെ കാര്യത്തിലും ആശ്വാസം ഉണ്ടായിരുന്നു. ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം. He was holding himself up in some way with the risky flapping of a senile vulture. Senile എന്നാൽ വളരെ പ്രായമായ, vulture കഴുകൻ. വളരെ പ്രായമായ ഒരു കഴുകൻ അതിന്റെ ദുർബലമായ ചിറകുകൾ ഫ്ലാപ്പ് ചെയ്ത്, ചിറകുകൾ ഫ്ലാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിറകടിക്കുക, ചിറകടിച്ച് വായുവിൽ ഉയർന്നു നിൽക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെയായിരുന്നു ഏഞ്ചലും അയാളെ വായുവിൽ ഉയർത്തി നിർത്തിയിരുന്നത്. He was holding himself up in some way with the risky flapping of a senile vulture. With the risky flapping of a senile vulture. She kept watching him even when she was through cutting the onions. ഉള്ളി അരിയുന്നത് പൂർത്തിയാക്കിയതിനു ശേഷവും അവൾ അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. Even when she was through cutting the onions എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി പൂർത്തിയാക്കിയതിനു ശേഷവും. She was through എന്ന് പറഞ്ഞാൽ അവളത് കംപ്ലീറ്റ് ചെയ്തു എന്നർത്ഥം. She kept watching him. നോക്കിക്കൊണ്ടേയിരുന്നു. She kept on watching. പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. Until it was no longer possible for her to see him. അവളുടെ കൺമുന്നിൽ നിന്ന് അയാൾ മറയുന്നത് വരെ അവൾ അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. She kept on watching എന്ന് പറയുമ്പോൾ she continued watching എന്നർത്ഥം. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. Annoyance ശല്യം. He was no longer an annoyance എന്ന് പറയുമ്പോൾ ഇനി അയാൾ അവൾക്കൊരു ശല്യമായിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അയാൾ ഒരു ശല്യമായിരുന്നില്ല. Now he was an imaginary dot on the horizon of the sea. കടലിന്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദു, ഒരു സാങ്കല്പിക ഡോട്ട് മാത്രമായി അയാൾ മാറി. ഈ ഏഞ്ചൽ വഴി അവർ ഒരുപാട് പണം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അവർക്ക് ഈ ഏഞ്ചൽ ഒരു ശല്യമായിരുന്നു. ആ ശല്യം ഇപ്പൊ അയാൾ തന്നെ തീർത്തു കൊടുത്തു. അയാളായി പറന്നുപോയി. He was no longer an annoyance in her life. അയാൾ ഇനി അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിരുന്നില്ല. ഈ ലെസൺ വായിച്ച് അതിന്റെ മലയാളത്തിലുള്ള മീനിങ് ആണ് ഇന്ന് പറഞ്ഞത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കിയെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.